വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഫൈനാൻസിലെ രണ്ടാമത്തെ ടോപ്പിക് എന്തായിരുന്നു? ലോങ് ടേം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത്? റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ബന്ധം അല്ലെ? റിസ്ക് കമ്പനി എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണ്, റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, എത്രത്തോളം റിട്ടേൺ തരണം എന്നിങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തത് അല്ലെ? ഇനി ലോങ് ടേം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താ? ഈ ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോങ് ടേം മീൻസ് മോർ ദാൻ 1 ഇയർ അല്ലെ? ഷോർട്ട് ടേമും ലോങ് ടേമും ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന് താഴെയുള്ള കാര്യങ്ങൾ, ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന് മേലെയുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലെ? അപ്പോ ലോങ് ടേമിലോട്ട് നമുക്ക് ഫൈനാൻസ് റേസ് ചെയ്യേണ്ടി വരും, ഫൈനാൻസ് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ, ഈ ഒരു ടോപ്പിക്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഇറ്റ് ഇൻക്ലൂഡ്സ് റേസിംഗ്, മാനേജിംഗ് ആൻഡ് റീപേയിങ് ഓഫ് ലോങ് ടേം ഫണ്ട്സ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയിൽ ലോങ് ടേം ഫണ്ടുകൾ റേസ് ചെയ്യാൻ പഠിക്കണം, അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കണം, അത് എങ്ങനെ തിരിച്ചടക്കണം എന്ന് പഠിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലോങ് ടേം ഫൈനാൻസ് മാനേജ്മെന്റിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ലോങ് ടേം ഫണ്ട്സ് ആർ യൂസ്ഡ് ഫോർ, എന്തിനാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ലൈക്ക് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ലൈക്ക് ബിൽഡിംഗ്, മെഷീൻസ്, ന്യൂ പ്രൊജക്ട്സ് എക്സെട്ര. നമ്മുടെ കമ്പനിയിൽ പുതിയ ബിൽഡിങ്ങോ പുതിയ മെഷീനോ പുതിയ വല്ല പ്രൊജക്ടുകളോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഈ ലോങ് ടേം ഫണ്ടുകൾ ഉപയോഗിക്കുക അല്ലെ? അപ്പോ ഈ ലോങ് ടേം ഫണ്ടുകൾ നമ്മൾ എവിടുന്ന സോഴ്സ് ചെയ്യുക? സോഴ്സസ് ഓഫ് ലോങ് ടേം ഫണ്ടുകൾ എന്തായിരിക്കും? നമുക്ക് രണ്ട് രീതി, നമുക്ക് പുറത്തുനിന്നും ക്യാഷ് എടുക്കാം, അകത്തുനിന്നും ക്യാഷ് എടുക്കാം. എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും നമുക്ക് എന്തെടുക്കാം? ഫണ്ടുകൾ റേസ് ചെയ്യാൻ പറ്റും. അപ്പോ പുറത്തുനിന്ന് ക്യാഷ് എടുക്കുക, അതെങ്ങനെ? സിമ്പിൾ പരിപാടി. കണ്ടോ? ലോങ് ടേം ലോൺസ്, നമുക്ക് ലോൺ എടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് കമ്പനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, നമുക്ക് എന്തെടുക്കാം? ലോങ് ടേം ലോൺ. സാധാ ലോൺ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ലോങ് ടേം ലോൺ എന്ന് പറയണ്ട. രണ്ടു തരം ലോണുകളുണ്ട്, ഷോർട്ട് ടേം ലോണും ലോങ് ടേം ലോണും. സാധാ ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ ലോങ് ടേം ആയിക്കാരല്ലേ? ഒരു വർഷത്തിന് മേലെ 5 വർഷം 10 വർഷം 20 വർഷം കാലാവധിയുള്ള എന്തുകൾ ഉണ്ടാവും, നമുക്ക് ലോണുകൾ എടുക്കാം. പുറത്തുനിന്ന് എടുക്കുന്നതല്ലേ? അടുത്തത് ഇഷ്യൂ ഓഫ് ബോണ്ട്. കമ്പനി എന്ത് ചെയ്യും? ബോണ്ട് ഇഷ്യൂ ചെയ്യും. എന്താ ഈ ബോണ്ട് ലോണും തമ്മിലുള്ള വ്യത്യാസം? ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ബാങ്കിൽ പോയിട്ട് കടമെടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ മാസാമാസം ബാങ്കിൽ എന്തടക്കും? പലിശ അടക്കും. അവസാനം ആകുമ്പോൾ നമ്മൾ എന്തടക്കും? നമ്മൾ എത്രയാണോ നമ്മൾ ലോൺ എടുത്ത് തിരിച്ചടക്കും. ഇഷ്യൂ ബോണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കടം വാങ്ങും. നമ്മൾ ബോണ്ട് എന്ന് പേരിട്ടേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ബോണ്ട്, ഒരു കടം വാങ്ങിയിട്ട് ഈ വാങ്ങിയ കടം തിരിച്ചു കൊടുക്കുക. അതിലൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും, ലോണിലുള്ള പോലെ 10 വർഷം. ആ 10 വർഷം ആകുമ്പോൾ ഈ പൈസ തിരിച്ചു കൊടുക്കും. ഇതിന്റെ ഇടയിൽ മാസാമാസം നമ്മൾ എന്ത് ചെയ്യും? ഒരു പലിശ അയാൾക്ക് ഇങ്ങനെ കൊടുക്കും. ലോൺ എടുക്കുന്ന വേറൊരു രീതിയാണ് ബോണ്ട്. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ബോണ്ട് എന്ന് പറയും. ഓക്കെ അല്ലെ? ഇനി അടുത്തത് ഇഷ്യൂ ഓഫ് പ്രിഫേർഡ് ഷെയർ. ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുക. ഇഷ്യൂ ഓഫ് കോമൺ ഷെയർ, അതും ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ്. ഇതെന്താണ് പ്രിഫേർഡ് ഷെയറും കോമൺ ഷെയറും? കോമൺ ഷെയറും പ്രിഫേർഡ് ഷെയറും കുറച്ച് വ്യത്യാസങ്ങളാണ് ഉള്ളത്. രണ്ടും കമ്പനിയുടെ ഷെയർ ഒരാൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരാൾക്കല്ല, വ്യക്തികൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവർ ക്യാഷ് കൊടുക്കും, കമ്പനിയുടെ ഓണറായി മാറും. പക്ഷേ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് കോമൺ ഷെയർസ് ആയിരിക്കും. പ്രിഫേർഡ് ഷെയർസ് എന്ന് പറയുന്നത് റിയൽ ഓണേഴ്സ് ആവില്ല. അവർക്കും കമ്പനിയിൽ ഷെയർ ഉണ്ടാവും, പക്ഷെ കോമൺ ഷെയർസ് റിയൽ ഓണേഴ്സിന്റെ അത്ര എന്തുണ്ടാവില്ല, അവകാശങ്ങളോ റൈറ്റ്സോ ഒന്നും ആർക്കും ഉണ്ടാവില്ല, പ്രിഫേർഡ് ഷെയർസിന് ഉണ്ടാവില്ല. ഈ പ്രിഫേർഡ് ഓണേഴ്സിന് മാസാമാസം ഒരു ഫിക്സഡ് എമൗണ്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മാസാമാസം ഒരു ഫിക്സഡ് എമൗണ്ട് മാസാമാസം അല്ലെങ്കിൽ കൊല്ലം വരെ അക്കൗണ്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കോമൺ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നല്ല ലാഭത്തേക്ക് പോകുമ്പോൾ നല്ല ലാഭം കിട്ടും, കമ്പനി നഷ്ടത്തേക്ക് പോകുമ്പോൾ നഷ്ടം സഹിച്ചുകൂടാ, അത്ര തന്നെ. ഇനി ഇന്റേണൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇന്റേണലിൽ ഉണ്ടാകുന്ന പൈസ എന്തായിരിക്കും? റിട്ടേൺഡ് ഏർണിങ്സ്. എന്തായിരിക്കും റിട്ടേൺഡ് ഏർണിങ്സ്? നമ്മുടെ മാസാമാസം നമ്മൾ ലാഭം ഉണ്ടാക്കുന്നില്ലേ? ഈ ലാഭമൊക്കെ എങ്ങോട്ടാ പോണത്? ബാലൻസ് ഷീറ്റിൽ റിട്ടേൺഡ് ഏർണിങ്സ്, ഇക്വിറ്റിയുടെ അണ്ടറിൽ റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്ന അതിലോട്ടാണ് നമ്മൾ മാസാമാസം ഉണ്ടാക്കുന്ന ലാഭം പോകുന്നത്. ഈ ലാഭം ഇങ്ങനെ കാണാൻ വെച്ചല്ലോ, നമുക്ക് ആവശ്യം വരെ ഉപയോഗിക്കാനല്ലേ. അതാണ് ഇന്റേണൽ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള, കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ ഏത് രീതി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാം, ബോണ്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാം, പ്രിഫേർഡ് ഷെയറുകൾ വിറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി കമ്പനിയുടെ കയ്യിലുള്ള റിട്ടേൺഡ് ഏർണിങ്സ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. ദ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫറെന്റ് ലോങ് ടേം സോഴ്സസ് ദാറ്റ് എ കമ്പനി യൂസസ് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒന്നുമില്ല, ഇപ്പോ ഞാൻ പുതിയൊരു പ്രൊജക്ട് വന്നു, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കമ്പനിയിൽ ഞാൻ പറയാണ് റിട്ടേൺ ഏർണിങ്സ് ഒരു 20% ഉണ്ട്, എന്റെ കമ്പനിയിൽ ലോണുകൾ ഒരു 50% ഉണ്ട്, എന്റെ കയ്യിലുള്ള പൈസയുടെ 50% ലോണാ, എന്റെ കയ്യിലുള്ള ബാക്കി
ഒരു 30% ബാക്കിയുള്ള 30% കമ്പനിയിൽ കോമൺ ഷെയർ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും വരുന്ന വീഡിയോകളിൽ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഫാക്ടേഴ്സ് കൺസിഡേർഡ് വെൻ ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ, ലോൺ എടുക്കണം നമുക്ക് തീരുമാനിക്കാം, ബോണ്ട് എടുക്കണം എന്നാ ബോണ്ട് എടുക്കാം, പ്രിഫേർഡ് ഷെയർ ഇഷ്യൂ ചെയ്യാം, കോമൺ ഷെയർ ഇഷ്യൂ ചെയ്യാം, റിട്ടേൺ ഏർണിംഗ്സ് ഉപയോഗിക്കാം. ഇതൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഫാക്ടേഴ്സ് കൺസിഡേർഡ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കണം. എന്താ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ നമുക്കൊരു കോസ്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കുന്നതിന് ഒരു കോസ്റ്റ് ഇല്ലേ? ഉദാഹരണം, ലോൺ എടുത്താൽ മാസാമാസം ഇൻട്രസ്റ്റ് അടക്കണം, കൊല്ലം ഇൻട്രസ്റ്റ് അടക്കണ്ടേ? ഈ അടക്കുന്നത് നമുക്കൊരു കോസ്റ്റ് അല്ലേ? ഈ ലോൺ എടുത്തതിന് നമുക്ക് വർഷം നമുക്ക് വരുന്ന കോസ്റ്റ് അല്ലേ? അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലോ, ബോണ്ട് കൂടെ നമുക്ക് പൈസ കിട്ടിയല്ലോ, അതിന് മാസാമാസം അല്ലെങ്കിൽ കൊല്ലം അവർക്ക് നമ്മൾ പലിശ കൊടുക്കണില്ലേ, അതും നമുക്ക് കോസ്റ്റ് അല്ലേ? അതാണ് ബോണ്ടിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതേപോലെ നമ്മളൊരു പ്രിഫേർഡ് ഷെയർ, നമ്മുടെ കമ്പനിയുടെ ഷെയർ ഭാഗിച്ചു കൊടുത്തിട്ട് നമ്മൾ പൈസ വാങ്ങിയല്ലോ, അതിന് അവർക്ക് നമ്മൾ വർഷം അല്ലെങ്കിൽ മാസാമാസം നമ്മൾ അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് ഒരു എമൗണ്ട് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കണില്ലേ, അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മനസ്സിലായല്ലോ? ഇതേപോലെ കോമൺ ഷെയറിനും ഉണ്ടാവും, അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കിയിട്ട് വേണം. ഇപ്പൊ ലോണിന് ചിലപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും, ചിലപ്പോൾ ബോണ്ടിന് ചിലപ്പോൾ കൂടുതലായിരിക്കാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ഏത് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് കമ്പനി തീരുമാനിക്കാൻ. ഒന്ന്. അടുത്തത് കമ്പനീസ് റിസ്ക് അവേർഷൻ. ഓരോ കമ്പനിക്ക് റിസ്ക് അവേർഷനോ? കമ്പനി എന്ന് പറയുന്നത് വ്യക്തികളായിരിക്കും അല്ലെ, കമ്പനിയിലെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ, അവരുടെ റിസ്ക് അവേർഷൻ ആവുന്നത്, അല്ല കമ്പനിയുടെ റിസ്ക് അവേർഷൻ അല്ല. കമ്പനിയുടെ റിസ്ക് അവേർഷൻ എന്ന് പറയുന്നത് അവരെന്താണോ തീരുമാനിക്കുന്നത് അങ്ങനെ. മനസ്സിലായല്ലോ? അപ്പൊ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ കുറച്ച് പേടിതൊണ്ടന്മാരാണെന്ന് വിചാരിക്കും. അപ്പൊ കമ്പനിക്ക് റിസ്ക് എടുക്കാൻ പേടിയാവൂലേ? കമ്പനിക്ക് റിസ്ക് എടുക്കാൻ പേടിയാണെങ്കിൽ കമ്പനി എന്താ ഇഷ്യൂ ചെയ്യുക? ലോൺ ആണോ ഷെയർ ആണോ? ലോൺ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ആലോചിച്ച് നോക്കിയേ. നമ്മള് ഒരു പുതിയ പ്രൊജക്ട് നമ്മുടെ മുന്നിൽ വന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാവുമല്ലോ നമ്മൾ പൈസ റേസ് ചെയ്യുന്നത്. അപ്പോ ഈ ബിസിനസ് പൊട്ടും എന്ന് പേടിയുണ്ടെങ്കിൽ, അവരെയാണല്ലോ പേടിത്തൊണ്ടന്മാരെന്ന് പറയുന്നത്, പൊട്ടും എന്ന് പേടിയുണ്ടെങ്കിൽ അവര് ലോൺ ഇഷ്യൂ ചെയ്യുമോ? കാരണം ലോൺ ഇഷ്യൂ ചെയ്യല്ല, ലോൺ എടുക്കുമോ? ലോൺ എടുത്താൽ എന്താ പ്രശ്നം? ഈ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? ബിസിനസ് എങ്ങാനും പൊട്ടിയാൽ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യും. കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്താൽ എന്താ? അവർക്ക് കമ്പനിയുടെ ഓണർഷിപ്പ് ആണ് കൊടുക്കുന്നത്. അപ്പോ ലോണിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവധി ഉണ്ട്, ഇത്ര 10 വർഷം 15 വർഷം. ഷെയറിന് കാലാവധി ഇല്ല. ഷെയർ അവരെപ്പോഴാണോ തിരിച്ചു വാങ്ങുന്നത് അപ്പോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പോ, അതുവരെ ഷെയറിന് കാലാവധി ഇല്ല. ക്ലിയർ ആണല്ലോ? അപ്പോ പേടിയുള്ള ആളുകൾ ഷെയർ ഇഷ്യൂ ചെയ്യും, പേടി കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും? ലോൺ എടുക്കും. മനസ്സിലായല്ലോ? നമ്മൾ കണ്ടിട്ടില്ലേ ഓരോരുത്തർ, എന്താ പറയാ, ഓരോ ആളുകൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ലോൺ എടുത്ത് ബാങ്കിനെ പറ്റിച്ചു, അങ്ങനെ പറ്റിച്ചെന്നൊക്കെ കേൾക്കണില്ലേ? ഈ പേടിയില്ലാത്ത പോലെയാണ് എന്തെടുക്കുക? ലോൺ എടുക്കുക. മനസ്സിലായല്ലോ? അപ്പൊ കമ്പനീസിന്റെ റിസ്ക് അവേർഷൻ നോക്കണം. ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞുതരാണ് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് റെപ്യൂട്ടേഷൻ ഓഫ് കമ്പനി. ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നോക്കണം, പേരും കാര്യങ്ങളൊക്കെ നോക്കണം. കണ്ടീഷൻ ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഇപ്പൊ ബോണ്ട് ഇഷ്യൂ ചെയ്യണോ, ഷെയർ മാർക്കറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യണോ എന്നൊക്കെ ഉള്ളത്, ആ ഒരു മാർക്കറ്റിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ നോക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നാച്ചർ ആൻഡ് റിസ്ക് ഓഫ് പ്രപ്പോസ്ഡ് പ്രൊജക്ട്. എന്ത് പ്രൊജക്ടിന് വേണ്ടിയിട്ടാണോ അവരിത് ചെയ്യുന്നത് അതിന്റെ നാച്ചർ നോക്കണം, അതിന്റെ റിസ്ക് നോക്കണം. ആ കോട്ടിലിട്ട് നോക്കി, വെൻ മോർ റിസ്കി പ്രൊജക്ട്, ആ പ്രൊജക്ട് വളരെ റിസ്ക് കൂടുതലാണെങ്കിൽ, നഷ്ടത്തിലാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവര് എന്ത് ഇഷ്യൂ ചെയ്യുള്ളൂ? മോർ ഷെയർ. ലോൺ ഇഷ്യൂ ചെയ്യുന്നതിനെക്കാട്ടി, ലോൺ എടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാളും അവർ കൂടുതൽ ഇഷ്യൂ ചെയ്യാൻ എന്താണ്? ഷെയർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കാര്യം തന്നെ. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത് പഠിച്ച ഓരോ കാര്യങ്ങളും ഇല്ലേ? ലോൺ, ബോണ്ട്, പ്രിഫേർഡ് ഷെയർ, കോമൺ ഷെയർ, റിട്ടേൺ ഏർണിംഗ്സ്. ഈ 5 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ബോണ്ട് തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുണ്ട്, പ്രിഫേർഡ് ഷെയർ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുണ്ട്, കോമൺ ഷെയർ, കാരണം അത്രത്തോളം അതിന്റെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് ബോണ്ടിനെ കുറിച്ച് അറിയാം.